ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാട്ടിലേക്ക് കൂൺ തിരയാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ നന്നായിട്ട് ഇടിയൊക്കെ വെട്ടിയിട്ട് നല്ലോണം കൂണൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് കൂണൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂണൊന്ന് കിട്ടുമോ, നമുക്കൊന്ന് കിട്ടുമോ നോക്കാം. കിട്ടിയ കാണിച്ച് അടിപൊളി കറിയൊക്കെ വെച്ചിട്ട് തരാം. അപ്പോൾ ഇവിടെ ഒരുപാട് കൂണൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കാട്ടിലേക്ക് കൂൺ തിരയാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് കൂൺ കിട്ടി കണ്ടപ്പോൾ നമ്മളിന്ന് തിരയാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കൂണൊക്കെ നിൽക്കുന്നുണ്ട്. വന്ന് കൂണൊക്കെ പറിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇത് നല്ല അടിപൊളി മുട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല അടിപൊളി കഴിക്കാൻ പറ്റുന്ന കൂനാണിത്. ഇതാ ഇപ്പോൾ ഇനി ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി പോയിട്ട് പറയാം. കാലൊക്കെ പൊട്ടിപ്പോ കേട്ടോ. സംഭവമാണ് ഇട്ടാ നിൽക്കുന്നത്. ഒക്കെ ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോവുക. എന്താ അടിപൊളി സംഭവമാണിത്. കറി വെക്കാനൊക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് ഇതിനായിട്ട് തെരഞ്ഞു വന്നതാണ്. ഇത് പറിക്കാനായിട്ട് തെരഞ്ഞു വന്നതാണ് കേട്ടോ. വീഴാനൊക്കെ കണ്ടോ, വലിയ വലിയ മുട്ടുകളാണ്. കണ്ടോ, അടിപൊളി കൂണുകളാണ്. ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. പിന്നെ 4 പുറം വട്ടത്തിലുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂണൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇതിൽ കലക്കാൻ പോവാണ്. അപ്പോൾ ഇത് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂണൊക്കെ ഓരോന്നായിട്ട് ഒന്ന് എടുത്ത് ഇതിലൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് വരെ ഒന്ന് മുക്കി വെക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുകയും ചെയ്യും. നല്ല മഞ്ഞപ്പൊടി, നല്ല കാട്ടുന്ന കുറച്ച് അടിപൊളി കൂണാണ് കേട്ടോ. നമുക്കൊന്ന് വൃത്തിയായിട്ട് എടുത്തിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കും വേണം. അപ്പോൾ നമ്മുടെ കൂനൊക്കെ മഞ്ഞപ്പൊടിയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വൃത്തിയായിട്ട് നേരാക്കാണ്ട് കണ്ടോ. ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ പീസാക്കി എടുക്കണം. കണ്ടോ, ഇതേപോലെ ആക്കിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി നേരാക്കി എടുക്കണം. എന്നാലാണ് നമുക്ക് കറിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ്. അത് ഈ മുകളിലത്തെ വഴുവഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കും വേണം. ഈ ഭാഗം നമുക്ക് ഇനി വേണ്ട. ഇനി നമുക്ക് കത്തിയായിട്ട് തന്നെ പീസാക്കി മുറിച്ചെടുക്കണം. ഇതേപോലെ പീസാക്കി ഇടണം. സംഭവം നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. നല്ല ഇറച്ചിയൊക്കെ മാറിയിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടോ, അതേപോലെയാണ് നേരാക്കി എടുക്കുന്നത്. സംഭവം അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. കണ്ടോ, നമ്മുടെ കൂണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇത്തിരി വലിയ വലിയ പീസാക്കിയിട്ടോ കട്ട് ചെയ്തേക്കണം. അപ്പം എല്ലാം അതും അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വരും. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാണ്ട് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് കറി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കും വല്ല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒഴിച്ചോ, വെള്ളം ഒഴിച്ചോ.
ഒഴിച്ചോ, മൊത്തം ഒഴിച്ചോ. രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കത്തി വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. കൊണ്ടുപോവാ. പിന്നെ നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സബോള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുകൊണ്ടേക്ക് പിന്നെ എണ്ണ ഒന്ന് കുറച്ചൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇതിലിടാൻ പോവാണ്. സബോളൊക്കെ നന്നായി അരിഞ്ഞു വെച്ച സബോള ഉണ്ട്. എന്നൊക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അധികം ചേരുവകളൊന്നും ഇതിൽ ചേർക്കാനൊന്നുമില്ല. അധികം ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂണിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് പോകും. അപ്പോൾ അധികം ചേരുവകളൊന്നും ചേർക്കാണ്ട് സംഭവം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് വേവക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കീറി വെച്ച് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ പോവാണ്. ഉപ്പ് ശകലമായിട്ട് ഇടാൻ പാടുള്ളൂ. കൂൺ പെട്ടെന്ന് ചുങ്ങി പോണ സംഭവമാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടി എടുത്തു പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. ശകലം ഇടണുള്ളൂ. നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടുണ്ട്. അത് കാരണം ഇത് കളർ വ്യത്യാസം വരാൻ വേണ്ടി മാത്രം ലേശം മുളക് പൊടി ഇട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഗരം മസാല ഒരു ശകലം ഇടണുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശകലം ഇടണുള്ളൂ. അത് ഇട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് വേവാൻ വേണ്ടി മാത്രം ശകലം വെള്ളം ഒഴിക്കും. അപ്പം നമുക്കിത് കൂന് വേഗമുള്ള ഒരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ശകലം വെള്ളം ഒഴിക്കും. ഇതൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൂണ് ഇടാൻ പോവാണ്. വേണ്ട സംഭവം കൂണൊക്കെ ഇതിലിടാം. ഇതിലിട്ടിട്ടൊന്ന് വേവുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ നല്ലോണം കൂടുതൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ? സംഭവം അടിപൊളി സംഭവമാണ് കേട്ടോ.
നമ്മുടെ കൂൺകറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി പറയാം. കഴിക്ക് ബാ. ഇന്നും കഴിക്ക്. ചൂടുണ്ടോ? അപ്പോൾ സംഭവം നമ്മുടെ കൂൺകറി നല്ല സംഭവം അടിപൊളി സാധനമാണ്. നല്ല പെട ടേസ്റ്റാണ്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള കൂണിന്റെ അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക.